എ വിജയരാഘവന്റെ പ്രസംഗത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കിയെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. മുസ്ലിം ലീഗോ മുസ്ലിം വിഭാഗങ്ങളോ തീവ്രവാദികളാണെന്ന നിലപാട് CPIM-നോ വിജയരാഘവനോ ഇല്ല എന്നും TP രാമകൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലും കാണാൻ കഴിഞ്ഞ ഒരു പ്രത്യേകതയുണ്ട്. ഈ ജമായത്തെ ഇസ്ലാമി SDPI ഈ രണ്ട് വിഭാഗത്തെയും UDF-നോടൊപ്പം നിർത്തുന്നതിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് നേതൃത്വം നൽകിയത്. ഇത് രണ്ടും വർഗീയ ശക്തികളാണ്. ഈ രണ്ട് വർഗീയ ശക്തികളെ കൂട്ടിച്ചേർന്ന് UDF-നോടൊപ്പം ഒരു പ്രത്യേക ജനവിഭാഗത്തെ അണിനിരത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചു. ആ നിലപാടും ഇവിടുത്തെ വിജയത്തിന് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിജയരാഘവൻ നടത്തിയിട്ടുള്ള പരാമർശം. മറ്റതല്ലാതെ ലീഗിനെയോ മുസ്ലിം വിഭാഗത്തെയോ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ആക്ഷേപം CPM-ന് അങ്ങനെ ഒരു നിലപാടില്ല. വിജയരാഘവൻ സംസാരിച്ചിട്ടില്ല. വിജയരാഘവൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, TP രാമകൃഷ്ണന്റെ വിശദീകരണം അത് എത്രത്തോളം നിലനിൽക്കുന്നതാണ്? അത് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ന്യായീകരണമാണോ TP രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്? ലക്ഷ്മി, ഇതിൽ രണ്ടു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. CPM-ന്റെ പ്രഖ്യാപിത നിലപാട് സ്വാഭാവികമായിട്ടും ജമാഅത്ത് ഇസ്ലാമി SDP സഖ്യത്തെ തുറന്നു തീർക്കുക എന്ന് തന്നെയാണ്. ആ നിലപാട് അവർ തെരഞ്ഞെടുപ്പ് മുൻപും അതിന് ശേഷവും ഒക്കെ തന്നെ തുടർന്ന് പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസം എ വിജയരാഘവനും ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയെന്നാണ് CPM നേതാക്കൾ LDF ഇപ്പോൾ വിശദീകരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് SDPയെയും ജമാഅത്ത് ഇസ്ലാമിയെയും UDF-ന്റെ സഖ്യത്തോടൊപ്പം ചേർത്ത് നിർത്താൻ മുസ്ലിം ലീഗ് കൃത്യമായി ഇടപെട്ടിരുന്നു. ആ ഇടപെടൽ അവർക്ക് ഒരുപക്ഷെ ഈ വയനാട്ടിലെ വിജയത്തിൽ വലിയ നിർണായകമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത്തരത്തിലാണ് വിജയരാഘവൻ ഈ കാര്യത്തെ വിശദീകരിച്ചത്. അത് ഒരിക്കലും മുസ്ലിം ലീഗിനെയോ അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗത്തെയോ ഒരു തീവ്രവാദ നിലപാടുള്ള ഒരു വിഭാഗമായി കണ്ടു എന്ന് വ്യാഖ്യാനിക്കാവുന്നതല്ല. അത് UDF-ന്റെ രാഷ്ട്രീയ ദുർവ്യാഖ്യാനം മാത്രമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ TP രാമകൃഷ്ണൻ LDF കൺവീനർ ഇത് സംബന്ധിച്ച് വിശദീകരണം നടത്തുന്നത്. കാരണം LDF-ന്റെ പ്രഖ്യാപിത നിലപാട് ജമാഅത്തെ ഇസ്ലാമിയോടും SDPയോടുള്ള നിലപാട് നേരത്തെ തന്നെ സുനിശ്ചിതമാണ്, പ്രഖ്യാപിതമാണ്. ആ നിലപാടിന്റെ ഭാഗമായി ലീഗ് ഇത്തരത്തിൽ UDF-ലേക്ക് ഇവരുടെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് ഇവരുടെ വിജയത്തെ നിർണായകമായി സ്വാധീനിച്ചു എന്ന തരത്തിലുള്ള വ്യാഖ്യാനം മാത്രമാണ് എ വിജയരാഘവൻ നടത്തിയത്. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും പ്രചരിപ്പിക്കുകയാണ് UDF ചെയ്യുന്നത്. അതാണ് രാഷ്ട്രീയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതെന്നാണ് TP രാമകൃഷ്ണന്റെ വിശദീകരണം. ലക്ഷ്മി, വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.